നിലമ്പൂർ പോര് സംസ്ഥാന രാഷ്ട്രീയം കണ്ട ഏറ്റവും വീറും വാശിയും നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പാകുമെന്ന് ഉറപ്പാണ്. LDF-ലും BJP-യിലും സ്ഥാനാർത്ഥികളാകുന്നതേയുള്ളൂ. തെരഞ്ഞെടുപ്പ് രംഗത്തിന് ആകെ സംഭവിച്ച കാര്യങ്ങൾ ഒറ്റനോട്ടത്തിൽ പരിശോധിക്കുകയാണ് ഇന്ന് നമ്മൾ. ആര്യടൻ ഷൗക്കത്ത് പ്രചാരണം ആരംഭിച്ചു എന്നതാണ് ഇന്ന് നിലമ്പൂരിലെ ഏറ്റവും ചൂടേറിയ വാർത്തകളിൽ ഒന്ന്. ഔദ്യോഗിക പ്രചാരണം അങ്ങനെ തുടങ്ങുന്നു. DCC പ്രസിഡന്റ് VS ജോയിക്കൊപ്പം പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിലെത്തി അനുഗ്രഹം വാങ്ങിയായിരുന്നു ഷൗക്കത്ത് തന്റെ ഔദ്യോഗിക പ്രചാരണത്തിന് ഇന്ന് തുടക്കമിട്ടത്. മുന്നണിയിലെടുത്തില്ലെങ്കിൽ മത്സരിക്കുമെന്ന കടുത്ത നിലപാടിൽ PV അൻവർ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നതും ഉൾക്കൊള്ളാം. പക്ഷെ മുന്നണിയിൽ എടുക്കണം, അതാണ് PV അൻവറിന്റെ ആവശ്യം. 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനം വേണമെന്നാണ് നിലപാട്. തീരുമാനമുണ്ടായില്ലെങ്കിൽ PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 5 മാസത്തിലേറെയായി UDF നേതൃത്വത്തിന് തൃണമൂൽ കോൺഗ്രസ് UDF-ന്റെ ഭാഗമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിട്ട്, എന്നാൽ നാളിതുവരെ UDF-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഈ കാര്യത്തിലൊന്നും യാതൊരു തീരുമാനം എടുക്കാതെ അഴകുഴമ്പൻ സമീപനമാണ് തൃണമൂൽ കോൺഗ്രസിനോട് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങളുടെ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരരംഗത്തുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. 2 ദിവസം സമയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള UDF നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് 2 ദിവസത്തെ സമയം ഞങ്ങൾ UDF നേതൃത്വത്തിന് നൽകുകയാണ്. ആ 2 ദിവസം കഴിഞ്ഞാൽ നിലമ്പൂരിൽ ശ്രീ PV അൻവർ മത്സരരംഗത്തുണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം എടുത്തിട്ടുള്ളത്. നിലമ്പൂരിൽ ഇന്ന് കണ്ട മറ്റൊരു കാഴ്ച PV അൻവറിനെ അനുനയിപ്പിക്കാൻ UDF-ൽ തീവ്ര ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. കൂടിക്കാഴ്ചകൾ, ചർച്ചകൾ അങ്ങനെയെല്ലാം മുറയ്ക്ക് നടക്കുന്നുണ്ട്. PV അൻവറുമായി KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ ഇന്നലെ മഞ്ചേരിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിൽ എത്തിയ PV അൻവർ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ധരിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി K ജയൻ, കോഴിക്കോട് DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ എന്നിവർ എടവണ്ണയിൽ PV അൻവറിന്റെ വീട്ടിലെത്തുന്നതും കണ്ടു. ഇനിയും ടോപ്പ് 4ലേക്ക് നോക്കുകയാണെങ്കിൽ LDF-ലെ സ്ഥാനാർത്ഥി ആര് എന്നതാണ് ചോദ്യം. LDF സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി MV ഗോവിന്ദനും A വിജയരാഘവനും ഇപ്പോൾ തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ട്. നേതാക്കളിൽ നിന്ന് ഇരുവരും അഭിപ്രായം തേടും. അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാകും LDF-ന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാവുക. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP ഷൗക്കത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, M തോമസ് മാത്യു തുടങ്ങിയവരെയാണ് CPIM നിലമ്പൂരിലേക്ക് പരിഗണിക്കുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥി വേണോ എന്ന പൊതുസ്വതന്ത്രൻ വേണോ, പാർട്ടി സ്ഥാനാർത്ഥി വേണോ എന്ന ആശയക്കുഴപ്പവും CPIM-ൽ ഉണ്ട്. പക്ഷേ പൊതുസമ്മതനാണോ അതോ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാവുമോ? എല്ലാ അർത്ഥത്തിലും പൊതുസമ്മതനായിരിക്കും. അല്ല, പൊതുസമ്മതത്തിന് പിന്നെ പാർട്ടി നേതാക്കന്മാർക്കൊന്നും പൊതുസമ്മതിക്കില്ലേ? എല്ലാവർക്കും ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറയുന്നുണ്ട്, UDF-ന്റെ അകത്തും പുറത്തും ഒക്കെ വലിയ രീതിയിലുള്ള പടയാണ് അതിനുള്ളിൽ തന്നെ. അതൊക്കെ ഇവിടെ പൊട്ടിത്തെറിയിലേക്ക് എത്തും. LDF-ന് വലിയ പ്രതീക്ഷയാണ്. ഞങ്ങൾക്ക് UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഈ നിയോജക മണ്ഡലത്തിന് അനുയോജ്യനായ അല്ലെങ്കിൽ അനുയോജ്യമായ രീതിയിൽ തീരുമാനിച്ച് പ്രഖ്യാപിക്കും. BJP ക്യാമ്പിൽ NDA-യിൽ എന്ത് സംഭവിക്കുന്നെന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കുന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല BJP നേതൃത്വത്തിൽ എന്നതാണ്. BDJS ഒരുപക്ഷെ മത്സരരംഗത്തുണ്ടാകും NDA-യിൽ നിന്ന് എന്നുള്ളത് പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യം കാട്ടാതിരുന്ന BJP സീറ്റ് BDJS നൽകിയേക്കുമെന്നതാണ് ഇന്ന് പുറത്തുവരുന്ന വിവരം. നിലമ്പൂരിൽ മത്സരിക്കണമെന്ന BJPയുടെ ആവശ്യം ചർച്ച ചെയ്യാൻ BDJS-ന്റെ സംസ്ഥാന കൗൺസിൽ ഇന്ന് 7 മണിക്ക് ചേരുന്നുണ്ട്. എന്ത് തീരുമാനമായിരിക്കും ആ യോഗത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ അവിടെ NDA ക്യാമ്പിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ഉണ്ടാകും. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയെങ്കിലും PV അൻവറിന്റെ സമ്മർദ്ദത്തിൽ വലയുകയാണ് ഇപ്പോൾ UDF.
മുന്നണി പ്രവേശനത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന PV അൻവറിനെ അനുനയിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF നേതൃത്വം. K. സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളും PV അൻവറുമായി അനുനയ ചർച്ചകൾ നടത്തി. അവരുടെ പുതിയ സാഹചര്യങ്ങൾ കൂടി എല്ലാം വിലയിരുത്തിയിട്ടൊരു തീരുമാനമുണ്ടാവും. പുതിയതായി ഇപ്പൊ ഇലക്ഷന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടായ സാഹചര്യം അന്ന് ഞങ്ങൾ അദ്ദേഹത്തെ UDFന്റെ ഭാഗമാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പുതിയ സാഹചര്യം വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കും. നിലമ്പൂരിൽ PV അൻവറും നിലപാട് പറയുന്നുണ്ട്. മുന്നണി പ്രവേശനമില്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കും എന്ന നിലപാടിലാണ് അൻവർ. അല്ല, അതൊക്കെ പറയാൻ സമയമാകുന്നല്ലേ ഉള്ളൂ. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ എന്താ പറയുക വിരാട് സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ വിഷയത്തിൽ തുടക്കം മുതലേ UDFുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിരുന്ന വ്യക്തി അദ്ദേഹമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് ഈ വിഷയത്തിൽ ഞങ്ങളെടുക്കുന്ന തൃണമൂലെടുത്ത നിലപാടുകളെക്കുറിച്ചും വ്യക്തിപരമായി ഞാനെടുത്ത രാഷ്ട്രീയ നിലപാടിലും വളരെ എന്താ പറയുക സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയും ഒരു ലീഡർഷിപ്പുമാണ്. ആ നിലക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചെറിയ കോംപ്ലിക്കേഷൻസ് അദ്ദേഹത്തോട് പറയുക എന്നത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. നിലമ്പൂരിലെ UDF നേതൃയോഗത്തിന് ഇപ്പോൾ തുടക്കമായിരിക്കുന്നു. അതേസമയം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിലമ്പൂരിലുണ്ട്. പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ LDF നിർത്തുമെന്ന നേതാക്കളുടെ പ്രതികരണം. അൻവർ എടുക്കുന്ന നിലപാടെല്ലാം UDFന് സഹായകരമായ നിലയിലാണ് വരിക. അതിൽ ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്ന പ്രശ്നം ഇല്ല. അത് ഞങ്ങൾ നേരത്തെ ഒരു അടഞ്ഞ അധ്യായമായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. മുന്നണി രാഷ്ട്രീയം ഉയർത്തുന്ന ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്ത്, അത് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടാനാണ് ഞങ്ങൾ ശ്രമിക്കുക. അതെല്ലാ കാലത്തും അങ്ങനെയാണ് നടത്തിയിട്ടുള്ളത്. ഈ ഇലക്ഷനിലും അതങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.